ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ഏറെ വൈകിയാണ് ഇന്നലെ വീട്ടുകാർ ഉണർന്നത്. രാത്രിയിൽ കൂടുതൽ നേരവും യുവാവിന്റെയും യുവതിയുടെയും പിറകിലായിരുന്നു വീട്ടുകാർ. ഇവർ രണ്ടുപേരെയും ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ എന്തെങ്കിലും അനർത്ഥമുണ്ടായേക്കാമെന്ന് വീട്ടുകാർ ഭയക്കുന്നുണ്ട്. പ്രധാന ഗോത്ര തലവയ്ക്ക് അല്പം സാങ്കേതിക തകരാറുള്ളതായാണ് എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടത്. പട്ടി ഷൂസ് ഇട്ടാൽ പട്ടാളക്കാരിയാകില്ല എന്ന് പറയുന്ന പോലെയാണ് പ്രധാന ഗോത്ര തലവയുടെ അവസ്ഥ. അകാരണമായി ആരെയൊക്കെയോ ചീത്ത വിളിക്കുന്നുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ ചുരുട്ട് വലിക്കാതെ കൂട്ടിയിട്ട് കത്തിച്ചതാവാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രീതിയിലാണ് ഈ ഗോത്രത്തലവയുടെ മുന്നോട്ടു പോക്കെങ്കിൽ അന്യപ്രവിശ്യക്കാർ ഉടൻ തന്നെ ഇവരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചേക്കാം. പുറത്ത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പെട്ടെന്നാണ് എന്റെ ശ്രദ്ധ ബെഡ്റൂമിലേക്ക് പോയത്. ഇതിനോടകം തന്നെ കാമക്കടുവയായി മാറിയ ആ യുവാവ് പതിവിൽ നിന്നും വിപരീതമായി ബെഡ്റൂമിൽ കാത്തിരിക്കുകയാണ്. പെൺകുട്ടി നല്ല രീതിയിൽ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ഇത് തന്നെ പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ ആ കാമക്കടുവ തെരുതെരെ ഉമ്മ കൊടുക്കുകയാണ് ബെഡ്ഷീറ്റിന് മുകളിലൂടെ. തന്റെ ബെസ്റ്റി കുളിക്കാൻ വലിയ താല്പര്യമുള്ള ആളല്ലെന്ന് മനസ്സിലാക്കിയിട്ടാകണം ബെഡ്ഷീറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിലൂടെയാണ് ഉമ്മ കൊടുക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ 100ഓളം ഉമ്മകളാണ് യുവാവ് യുവതിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മവക്കലിലും നക്കലിലും കടിയിലുമൊക്കെ പ്രത്യേക വൈദഗ്ധ്യമുള്ള ആളാണ് യുവാവ്. അതുതന്നെയാകാം മറ്റു ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഈ യുവാവിനെ വ്യത്യസ്തരാക്കുന്നത്. അർദ്ധരാത്രിയിൽ അസ്ഥാനത്ത് ഉമ്മകളേറ്റ യുവതി പെട്ടെന്ന് ചാടിയെണീറ്റ് കരയുകയാണ്. എന്തിനാണ് ഉമ്മകൾ നൽകുന്നതെന്നോ വാങ്ങിക്കുന്നതെന്നോ യുവതിക്കോ യുവാവിനോ വലിയ വ്യക്തതയൊന്നുമില്ല. വീട്ടുകാർ നിർബന്ധിക്കുന്നുകൊണ്ട് ഉമ്മ വെക്കുന്നു എന്ന മട്ടാണ് രണ്ടുപേർക്കും. കടുത്ത തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ടാകാം ഉമ്മക്കളികൾ ഏറെ നേരം നീണ്ടു നിന്നിരുന്നു. ഈ യുവതി യുവാക്കളുടെ ഉമ്മക്കളി മറ്റു പ്രവിശ്യകളിൽ കാണിച്ചു കൊടുക്കാനാണ് വീട്ടുടമ ഇന്നലെ ഏറെ ശ്രദ്ധിച്ചത്. ദൈർഘ്യമേറിയ ഉമ്മക്കളിക്ക് ശേഷം വളരെ വൈകിയാണ് യുവതിയും യുവാവും ഉറക്കമുണർന്നത്. പെൺകുട്ടി യുവാവിന്റെ താടിയിൽ പിടിച്ച് ചോദിക്കുകയാണെന്ന് തോന്നുന്നു, എവിടെ നിന്നാണ് നിനക്ക് ഇത്രയും ഉമ്മകൾ വരുന്നത്? എങ്ങനെയാണ് നിനക്ക് ഇത്രയും ഉമ്മകൾ തരാൻ സാധിക്കുന്നത്? എന്നാൽ അതിന് മറുപടിയായി വളരെ മൗനത്തോടു കൂടിയാണ് യുവാവിരിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉമ്മ ഉൽപ്പാദിപ്പിക്കുന്ന എന്തോ ഒരു യന്ത്രം യുവാവിന്റെ കയ്യിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാകാം രാത്രി എന്തോ കാണിച്ചു തരാൻ യുവതി ആവശ്യപ്പെട്ടത്. മറ്റു ഗോത്ര യുവതിമാരും യുവാക്കളും തെല്ലസൂയോടുകൂടിയാണ് ഇന്നലെ ഉമ്മക്കളികൾ നോക്കിക്കണ്ടത്. സദാസമയവും ജാഗരൂപരായി ഉമ്മക്കളികളിലേക്ക് കണ്ണുനട്ടിരിക്കുകയായിരുന്നു. തങ്ങൾക്കിങ്ങനെ ഉമ്മ വെക്കാൻ കഴിയുന്നില്ലെന്നുള്ള വലിയൊരു വിഷമം ഇവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിലുള്ള ഉമ്മക്കളികൾ കണ്ട് സൈകെട്ട് സ്വന്തം നാകടിക്കുന്ന യുവതിയാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ആഴ്ചയിലും നടന്നു വരാറുള്ളതുപോലെ അടുത്തയാഴ്ച ഗോത്രവർഗക്കാരുടെ ഇടയിൽ നിന്ന് നാട് കടത്തേണ്ടുന്ന വ്യക്തിയുടെ തെരഞ്ഞെടുപ്പായിരുന്നു ഇന്നലെ. ഏറ്റവും അധികം ആളുകൾ തെരഞ്ഞെടുത്തത് ഈ യുവതിയാണ്. ഈ യുവതി യുവാക്കളുടെ ഉമ്മക്കളികൾ കാണാനുള്ള ശക്തിയില്ലാഞ്ഞിട്ടാകാം ഇവരെ പുറത്തേക്കെത്തിക്കാൻ വേണ്ടി ഗോത്രവർഗക്കാർ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു പ്രവിശ്യയിലുള്ള ആളുകളും വീട്ടുടമയും നല്ല രീതിയിലാണ് ഇവരുടെ ഉമ്മക്കളിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. വലിയ സപ്പോർട്ടാണ് രണ്ടുപേർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളായ വെനിസുല വരെ വലിയ ആരാധകരാണ് ഇവരുടെ ഉമ്മയ്ക്കും കടിക്കും നക്കലിനുമൊക്കെ ഉള്ളത്. മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഒരു വലിയ കാമക്കടൽ തന്നെയാണ് ഈ യുവാവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കേളികൾ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. ഗബ്രിയേലിന്റെ കൂടുതൽ കേളികളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഗബ്രിയേലിന്റെ കേളികൾ എന്ന ഏറ്റവും പുതിയ 4 CD അടങ്ങുന്ന വീഡിയോ സമാഹാരം, തണുപ്പ് കാലത്തെയും വേനൽക്കാലത്തെയും വിവിധയിനം കെട്ടിപ്പിടിക്കലുകൾ, വിദേശ രാജ്യങ്ങളിലും വിവിധ ഗോത്രവർഗക്കാരുടെ ഇടയിലുമുള്ള വിവിധയിനം ഉമ്മവക്കലുകൾ, വോളിയം 3, 4, 5 അടങ്ങുന്ന വീഡിയോ സമാഹാരം പെൻഡ്രൈവായും CD-യായും സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ SMS ചെയ്യുക.